കടന്നു വന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നമ്മൾ ഈ വർഷം പഠിക്കുവാനായി താല്പര്യപ്പെടുന്നത് ബൈബിളിലെ എല്ലാ ബുക്കുകളും അതിൻ്റെ രൂപരേഖകൾ എന്താണ്, അതിൻ്റെ ഹെഡ്ലൈൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ പഠിപ്പാൻ ആഗ്രഹിക്കുന്നത്. ബൈബിൾ എല്ലാവർക്കും ഒരു പൊതുധാരണയുണ്ട്, എന്നാൽ അതിൻ്റെ വിഷയങ്ങളുടെ അടുക്കനുസരിച്ച് നമ്മൾക്ക് പഠിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മൾ പഠിക്കുമ്പോൾ അതിനെ കുറച്ചുകൂടെ മനസ്സിലാക്കത്തക്ക രീതിയിൽ വളരെ ടെക്നോളജി ഉപയോഗിച്ച് ബൈബിൾ പ്രോജക്റ്റുകാർ നല്ല ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് നന്നായി ഒന്നുകൂടെ മനസ്സിലാക്കത്തക്കോണം ആ വീഡിയോഗ്രാഫി ചെയ്തിരിക്കുന്നതുകൊണ്ട് അതുകൂടെ കാണിച്ചിട്ടായിരിക്കും അവസാനം ഇതിനെക്കുറിച്ചൊന്ന് സമ്മറൈസ് ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ 15 മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ നന്നായ രീതിയിൽ കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭ പുസ്തകം നമ്മൾ പഠിച്ചു. 11 അധ്യായങ്ങളിൽ കിടക്കുന്ന മുൻകാല നിത്യതയെക്കുറിച്ചുള്ള വിവരങ്ങൾ, 2000 വർഷത്തോളം ഉണ്ടായിരുന്ന ആൾക്കാർ, അതിലെ എല്ലാ കാര്യങ്ങളും ആ 11 അധ്യായങ്ങൾ കൊണ്ട് അവസാനിക്കുമ്പോൾ 12-ാം അധ്യായത്തിൽ ഏബ്രഹാമിൻ്റെ ചരിത്രം, അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ ചരിത്രം. അബ്രാം എന്നൊരു മനുഷ്യൻ ശിനാർ ദേശത്ത് മനുഷ്യ സംസ്കാരം ഉടലെടുത്ത് അതേ നാട്ടിൽ നിന്നും ദൈവം ഒരു മനുഷ്യനെ വേർതിരിച്ച് നാഗരികതയെല്ലാം മാറ്റിയിട്ട് ഒരു പ്ലെയിൻ ലാൻഡിൽ കൊണ്ടുവന്ന് അവനോട് സംസാരിക്കുന്നു. അങ്ങനെ ആ മനുഷ്യൻ്റെ 3 തലമുറയെക്കുറിച്ചുള്ള വിവരണമാണ് തുടർന്നുള്ള 38 അധ്യായങ്ങൾ കിടക്കുന്നത്. ലോകത്തിലെ 3 പ്രധാനപ്പെട്ട മതങ്ങൾ, യഹൂദ മതം, ക്രിസ്ത്യാനിറ്റി, അതുപോലെ തന്നെ മുസ്ലിങ്ങൾ, എല്ലാവരും ഈ ഗോത്രപിതാവിനെ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളുടെയും ഉറവിടം എന്ന് പറയത്തക്കവണ്ണം ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മക്കളിൽ നിന്നും ഉത്ഭവിക്കുന്ന ചരിത്രത്തെക്കുറിച്ച് 38 അധ്യായങ്ങളിൽ പറയുന്നുണ്ട്. ആദ്യ അധ്യായങ്ങളിൽ സൃഷ്ടിപ്പ്, പരീക്ഷയും വീഴ്ചയും, 2 സഹോദരന്മാർ, ശേത്തും തലമുറയും, പാപവും ജലപ്രളയവും, നോഹയുടെ പിൻകാല ജീവിതവും തലമുറയും, ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാബേൽ ഗോപുരം, അതിനോടുകൂടി അവസാനിച്ചിട്ട് പൂർവ്വപിതാക്കന്മാരായ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, യോസഫ്, ഇവരുടെ ചരിത്രമാണ് കാണുന്നത്. ഈ ചരിത്രം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? ഓരോ അധ്യായങ്ങളിൽ നിന്നും വിലപ്പെട്ടതായ അനേക കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇവരുടെ കാലഘട്ടം ഏകദേശം 400 ചില്ലുവാന കാലഘട്ടമേ ഉള്ളൂ. അതിന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, ആ കാലഘട്ടത്തിന് പറയുന്നത് വാഗ്ദത്ത യുഗമെന്നാണ് പറയുന്നത്. ഈ 430 വർഷത്തെ ചരിത്രം എഴുതുവാൻ വേദപുസ്തകത്തിൽ 38 അധ്യായങ്ങളുണ്ട്. അതിന് മുമ്പുള്ള 2000 വർഷത്തെ കാര്യങ്ങൾ എഴുതുവാൻ വെറും 11 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് മറ്റൊരു രഹസ്യം. എന്താണ് ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ, ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിൽ, അദ്ദേഹത്തിൻ്റെ മകനായ യാക്കോബിൻ്റെ ജീവിതത്തിൽ, യാക്കോബിൻ്റെ 12 മക്കളുടെ ജീവിതത്തിൽ, ഇല്ലെങ്കിൽ പ്രധാനിയായ യോസഫിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചു? ഇത് ഇന്നും വലിയ പഠനമാണ്. അത് പഠിച്ചാൽ അനേക മെസ്സേജുകൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എല്ലാവരും അവരെ കാണുന്നത് ഒരു വലിയ വിശുദ്ധനായി, അവരുടെ തലയുടെ മുൻപിൽ വട്ടത്തിലുള്ള ഒരു വലിയ പ്രകാശധാരയൊക്കെ ഉള്ള മനുഷ്യരാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നുമല്ല. അവർ സാധാരണ മനുഷ്യരായിരുന്നു. അവരുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ശരിക്ക് കാണിക്കുന്നുണ്ട്. അവർക്കുള്ള ചിന്ത എന്തായിരുന്നു, അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്, വെളിപ്പാട് പുസ്തകത്തിൽ പുതിയ ജെറൂസലേം എന്ന് പറയുന്നുണ്ട്. എന്നാൽ അബ്രഹാം അന്നേ ഈ കാര്യം കണ്ടിരുന്നു എന്ന് എബ്രായ ലേഖനത്തിൽ വിശുദ്ധ പത്രോസ് ഇങ്ങനെ പറയുന്നു, അബ്രഹാം വാഗ്ദത്തങ്ങളുടെ കൂട്ടാവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരത്തിൽ പാർത്തുകൊണ്ട് ദൈവൻ ശില്പിയായി പണിതതും അടിസ്ഥാനമിട്ട ആ വലിയ പട്ടണത്തെ നോക്കിയാണ് താൻ യാത്ര ചെയ്തത്. ഭൂമിയിൽ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ കൊടുത്തു. ദാസിമാരുണ്ടായിരുന്നു, അന്നത്തെ ലൈഫ് സ്റ്റോക്ക് ഒരുപാടുണ്ടായിരുന്നു. ആ ഭൂമിയൊക്കെയും ധാരാളമായി അദ്ദേഹത്തിന് കൊടുത്തു. എന്നാൽ ഇതൊന്നും തൃപ്തിപ്പെടാതെ വണ്ണം ദൈവം താൻ അടിസ്ഥാനമിട്ട ആ പട്ടണത്തെ നോക്കുവാൻ അദ്ദേഹത്തിനുണ്ടായ താല്പര്യം എന്താ? ഈ വക കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. തുടർന്നുള്ള ഈ വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. വളരെ
അടുക്കോടും ചിട്ടിയോടും കൂടെ ഓരോ അധ്യായങ്ങൾ അത് വിവരിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതെന്താണെന്നൊന്നുകൂടെ സമ്മറൈസ് ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. The book of Genesis. In the first video, we saw how chapters 1 through 11 set up the basic storyline of the Bible. God has created all things, and he makes humans in his image to rule the world on his behalf. The humans choose sin and rebellion, and so the world spins out of control into violence and death, all leading up to the rebellion and scattering of the people in Babylon. And so the big question is, what is God going to do to rescue and redeem his world? Well, out of that scattering at Babylon, the author traces a genealogy of just one family that leads eventually to a man named Abram, later known as Abraham. And God's promise to Abraham at the beginning of chapter 12 opens up a whole new movement in the story. God calls Abraham to leave his home and go to the land of Canaan, which God says will become his one day. And in that land, God promises to make Abraham into a great nation, to make his name great, and to bless him. Now, these promises are connected back to earlier parts of the book. So Babylon had arrogantly tried to make a great name for itself, and that didn't go over very well. But God, in his generosity, is going to bestow a great name on this no-name guy, Abraham. And God's blessing of Abraham echoes all the way back to that original blessing God gave humanity in the beginning. So the question is, why is God going to bless Abraham and his family? And the last line of God's promise makes this clear. So that all the families of the earth will find God's blessing in you. Now, this is key for understanding the whole rest of the biblical story. God's plan is to rescue and bless his rebellious world through Abraham's family. And this is why the whole rest of the Old Testament story is just going to focus on this one family, eventually called the people of Israel. This is also why Israel will later be called a kingdom of priests at Mount Sinai. God wants to use them to show all of the other nations what he's like. And ultimately, this is the promise that gets picked up by the later biblical prophets and poets who say that its fulfillment will come through Israel's messianic king, whose reign will bring justice and peace to all of the nations. Now, at this point of the story, none of that's clear. You just have to keep reading and watch the promise develop. And so the rest of the book focuses on Abraham and his family. First, Abraham himself, then his son Isaac, and then his son Jacob, and then Jacob's 12 sons. And the stories about each generation, they're united by two main themes. So first, each generation of Abraham's family is marked by repeated failure. They just keep making really bad decisions that mess up their lives and that put God's promise in jeopardy. However, God remains faithful to them. He keeps rescuing them from themselves and reaffirming his commitment to bless them and bless the nations through them despite their failings. So the Abraham stories. God had promised Abraham a huge family, but on two different occasions, he's afraid for his life because other men are attracted to his wife, and so he denies that he's even married to her, which creates, of course, all of these problems. And not only that, Abraham and his wife Sarah, they can't have children, and so Sarah arranges for Abraham to sleep with one of their servant girls, which also creates all of these problems in the family. But each time, God bails Abraham out. And in chapters 15 and 17, God even formalizes his promise to Abraham with an official commitment called a covenant. This is a classic scene. God invites Abraham to look up at the night stars and to count them. And he says, that's how numerous your family's going to be. And despite all of the odds, having no kids and no way to have any at the moment, Abraham looks up in the sky and simply trusts God's promise. And God responds by entering into a covenant with Abraham, promising that he will become a father of many nations, that God's blessing may come to the whole world. God asks Abraham to mark his family with a sign of the covenant, circumcision of all the male boys in the family. This is a symbol to remind them that the fruitfulness of their family is a gift from God. And so Abraham has lots of kids eventually, and he dies at a good old age. Now, the Jacob stories play out these themes even more dramatically. From birth, Jacob lives up to the meaning of his name, which is deceiver. He cheats his brother Esau out of his inheritance and blessing, and he does it by deceiving his old blind father, no less, and then he just takes off.
He goes on to take 4 wives, even though he really only loves one, Rachel, and this creates all of these rivalries in the family. The only thing that humbles Jacob is being deceived by his uncle Laban, who cheats him out of years of his life. The tables have finally turned. And so it's a humbled Jacob that returns to his homeland. And in a very strange story, Jacob ends up wrestling with God as he demands that God bless him. Some things never really change, do they? However, God honors his determination, and he passes Abraham's blessing on to him. And he renames Jacob as Israel, which means wrestles with God. Now, it's this last part of the book, the story of Jacob's sons, where all the themes come to a head. Jacob loves his second to youngest son, Joseph, more than any of the others, and he gives him this special jacket. And the 10 older sons come to hate Joseph, and so they kidnap him, and they plan to kill him, but instead they decide to just sell him into slavery in Egypt, where he ends up in prison. Talk about family failure. But God is with Joseph, and he orchestrates Joseph's release from prison, and Pharaoh ends up elevating Joseph to second in command over all of Egypt. And so Joseph saves the nation of Egypt during a famine. And he also ends up saving his brothers and his family from starving to death. And so once again, we can see the folly and the sin of Abraham's family is met with God's faithfulness, who subverts even the evil of the brothers into an occasion to save life. And this is actually what Joseph says right near the end of the book. He says to his brothers, "You all planned this for evil, but God planned it for good, to save many lives." Now, these words are strategically placed at the end of the book because they summarize not only the story of Joseph and his brothers, but the book as a whole. From Genesis 3 onward, humans keep acting selfishly and doing evil, but this God is not going to leave his world to its own devices. He remains faithful and determined to bless people despite their failures. You can see this especially in how that mysterious promise about the descendant of the woman gets developed throughout the book. So remember, Genesis 3, God promised that this wounded victor would come and crush the snake and defeat evil at its source. And the author then connects this promise directly to the line of Abraham. This is a part of how God's going to bring his blessing to the nations. Now, from Abraham, this promise gets connected to Judah, the 4th son of Jacob. And this is how. In an extremely important poem in chapter 49, in aging Jacob, he's on his deathbed, he wants to bless his 12 sons. And when he comes to Judah, Jacob predicts that Judah will become the tribe of Israel's royal leaders, and that one day a king will come who will command the obedience of all the nations and fulfill God's promise to restore the garden blessing to all of the world. And then after this, Jacob dies. And later, Joseph dies too. And the growing family remains in Egypt. And so the book of Genesis ends with all of these future hopes and promises left hanging and undeveloped. And it forces you to turn the page to see how it's all going to turn out. But for now, that's the book of Genesis. ഈ കണ്ട ചിത്രത്തിൽ നിന്ന് മനോഹരമായി നിങ്ങൾക്ക് മനസ്സിലാക്കി, ഇംഗ്ലീഷിലാണെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അബ്രഹാം 12-ാം അധ്യായത്തിൽ അബ്രഹാമിൻ്റെ വിളിയെക്കുറിച്ച് നമ്മൾ കാണുന്നു. ലോത്തും കൂടെ യാത്ര ചെയ്യുന്നു. ലോത്തുമായിട്ടുള്ള ആ വേർപാട് നമ്മൾ കാണുന്നു. വീണ്ടും അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഈ മനുഷ്യൻ പെട്ടെന്ന് 9 രാജാക്കന്മാരെ കീഴടക്കുന്ന, ഇല്ലെങ്കിൽ അന്ന് ജോർദാൻ പ്രവിശ്യയിലുള്ള 5 രാജാക്കന്മാരെ ബാബിലോണിയ 4 രാജാക്കന്മാർ വന്ന് കീഴടക്കുന്നു. ഈ 9 പേരിലും വലിയവനായിത്തീരുന്ന അബ്രഹാം. അപ്പോൾ അബ്രഹാം ഇപ്പോൾ ഒരു ആട്ടിടയനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരമില്ല. അബ്രഹാം ഒരു രാജാവായി ഉയർത്തപ്പെട്ടു, ഇല്ലെങ്കിൽ ഗോത്രപിതാവായി ഉയർത്തപ്പെട്ടു എന്ന് പറയുന്നതിൽ ഒട്ടും മടി കാണിക്കേണ്ട. അദ്ദേഹത്തെ അനുഗ്രഹിപ്പാൻ വേണ്ടി അന്ന് വേദപുസ്തകത്തിൽ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്ന മൽക്കിസദേക്ക് എന്ന് പറയുന്ന ശാലേം, യെരൂശലേമിൽ ജീവിച്ചിരുന്ന രാജാവ് കടന്നു വരുന്നു. ഈ രാജാവ് കടന്നു വരുന്ന ഉദ്ദേശം അബ്രഹാമിനെ അനുഗ്രഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു രാജാവ് വന്ന്, അദ്ദേഹം രാജാവാണ്, അദ്ദേഹം പുരോഹിതനാണ്, അദ്ദേഹം വന്ന് അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ അബ്രഹാം ആരാ? മാത്രമല്ല, അബ്രഹാം
കൊള്ള ഇല്ലെങ്കിൽ അന്ന് ഈ 9 രാജാക്കന്മാരെ കീഴടക്കി ഇല്ലെങ്കിൽ 9 രാജാക്കന്മാരുടെ മുകളിലായിരിക്കുന്ന അബ്രഹാമിന് ഒരുപാട് സ്വത്തുക്കൾ, ഈ 9 രാജാക്കന്മാരുടെ സ്വത്തുക്കളും അവിടെ ആൾക്കാരും എല്ലാം കയ്യിൽ വന്നു. എന്നാൽ അതൊന്നും താൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്. ഈ മൽക്കിസദേക്കിനെ എൻ്റെ അടുക്കൽ വരികയും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മുട്ടുകുത്തി നിന്ന് ആ അനുഗ്രഹം ഏറ്റുവാങ്ങുന്നു. അദ്ദേഹം കൊടുത്തത് അപ്പവും വീഞ്ഞുമാണ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശി മരണത്തെക്കുറിച്ചും ആ ദിവ്യ ബലിയെക്കുറിച്ചും എല്ലാ ക്രൈസ്തവരും ആഘോഷിക്കുന്നുണ്ട്, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. കർത്താവായ യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്ന് കാൽവറിയിൽ മരിച്ചു. ആ മരിച്ച ആ കർത്താവ് അവൻ്റെ തിരുശരീരവും കാൽവറിയിൽ ഊറ്റിയ യേശുവിൻ്റെ രക്തവുമാണ് അപ്പവീഞ്ഞുകളെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ യേശു വരുന്നതിന് മുൻപ് തന്നെ ഈ മൽക്കിസദേക്ക് വന്നത് അപ്പവും വീഞ്ഞും കൊണ്ട് അനുഗ്രഹിക്കുകയാണ്. അവിടുന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, അബ്രഹാമിന് വലിയ ഒരു മൗണ്ടൻ പീക്ക് വിഷൻ ഉണ്ടായിരുന്നു. വരുവാൻ പോകുന്ന കാലത്തെക്കുറിച്ച് വലിയൊരു ദർശനം താൻ പ്രാപിച്ചവനായിരുന്നു. അങ്ങനെ താൻ ആ ദർശനം പ്രാപിക്കുക മാത്രമല്ല, ദശാംശം എന്ന് പറയുന്ന ഒരു ഏർപ്പാട് ബൈബിളിൽ ആദ്യം നമുക്കോടെയാണ് കാണുന്നത്. എന്താണ് ഈ ദശാംശം എന്ന് പറയുമ്പോൾ? പണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് ഉപദേശിമാർക്ക് ഇല്ലെങ്കിൽ പുരോഹിതന്മാർക്ക് ഉപജീവനത്തിന് വേണ്ടി ദൈവം കൽപ്പിച്ച ഒരു സംവിധാനമാണ് എന്നാണ് അതിനെ ധരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ വേദപുസ്തകം പറയുന്നു, മോർ ദാൻ എ കോൺകറർ, ഒരു രാജാവിനെ കീഴടക്കി അവൻ്റെ കൊള്ള അടിച്ചുകൊണ്ടും അവൻ്റെ ആൾക്കാരുമായിട്ട് വരുന്നവനെയാണ് കോൺകറർ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അബ്രഹാം 9 രാജാക്കന്മാർ ഇപ്പം അബ്രഹാമിൻ്റെ അടിയിലായി. കാരണം ഈ 5 രാജാക്കന്മാരെ തോൽപ്പിച്ച 4 രാജാക്കന്മാരെ അബ്രഹാം പോയി തോൽപ്പിച്ച് അങ്ങനെ 9 രാജാക്കന്മാരുടെ മേളിലായിരിക്കുന്ന അബ്രഹാം കൊള്ളയുമായി വരുമ്പോൾ ജയിച്ച അബ്രഹാം തൻ്റെ ശത്രുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കൊള്ളയെയും ആളിനെയും എല്ലാം തനിക്ക് സ്വന്തമായി കിട്ടിയപ്പോൾ ആ ജയിച്ചു വന്ന ആൾ കൊണ്ടു കൊടുക്കുന്ന ദശാംശമെന്ന് പറയുമ്പോൾ ജയിച്ചവൻ്റെ ഇല്ലെങ്കിൽ കൊള്ള ശത്രുവിനെ കീഴടക്കിയവൻ്റെ നന്മ കൊണ്ട് കൊടുക്കുകയാണ് ഈ ദശാംശം. അങ്ങനെ അല്ലാതെ നമുക്ക് എങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നത്? ഇത് വാങ്ങിച്ച ആളെങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളൊന്നുമല്ല, ഒരു സാധാ പുരോഹിതനൊന്നുമല്ല. അദ്ദേഹം ശാലേം രാജ എന്ന് പറയുന്നു. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിലുണ്ട്, 110-ാം സങ്കീർത്തനത്തിലുണ്ട്. അദ്ദേഹത്തിന് ജീവ ആരംഭമില്ല, അവസാനമില്ല. യേശുക്രിസ്തുവിൻ്റെ സമനായി നിൽക്കുന്ന ഈ മനുഷ്യൻ അബ്രഹാമിൻ്റെ ദശാംശം വാങ്ങി വേണോ ജീവിക്കാൻ? അല്ല, ഒരിക്കലുമല്ല. എങ്കിലും താൻ പുരോഹിതനായിരിക്കുന്നുണ്ട് അത് വാങ്ങി. അപ്പോൾ അങ്ങനെയുള്ള അനേക സത്യങ്ങളാണ് നമുക്ക് ഈ പുസ്തകങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അനേക സത്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. താൻ അത് വാങ്ങുന്നു, താൻ അത് രാജാവ് സ്വീകരിക്കുന്നു. പിന്നെ ഈ മൽക്കിസദേക്കിനെ കുറിച്ച് യാതൊരു വിവരവും നമുക്കില്ല. അപ്പോൾ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിക്കുവാൻ വേണ്ടി മാത്രമായിട്ട് ഒരു രാജകീയ പുരോഹിതനെ ഭൂമിയിലാക്കി വെച്ചു എന്ന് പറയുമ്പോൾ എത്ര വലിയ കാര്യമാണ്. പിന്നെ നമുക്കറിയാം ഇസഹാക്ക്, യാക്കോബ് ഇവരൊക്കെയും ദൈവസേനയെ നേരുന്നുണ്ട്, ഞാൻ ഇതുപോലൊക്കെ ചെയ്യാമെന്ന്. അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? അതിൻ്റെ ആ കാലഘട്ടത്തിൽ അബ്രഹാം ആയിരിക്കും ഗോത്രപിതാവ്, ആ പിതാവിന് കൊണ്ട് കൊടുക്കണമായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് വചനത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കുക. ഈ പുസ്തകത്തിൽ അത് താഴേട്ട് ഒരുപാട് ഇറങ്ങി ചിന്തിച്ചാൽ അനേക സത്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അബ്രഹാം വിശ്വാസികളുടെ പിതാവെന്നാണ് പറയുന്നത്. യേശുക്രിസ്തുവിൽ കൂടെ വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിക്കുന്നവർക്ക് ഇതൊക്കെ പഠിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുസ്തകങ്ങളൊന്നും മാറ്റി നിർത്തുവാൻ കഴിയുകയില്ല. ഈ ഭക്തന്മാരുടെ ജീവിതത്തിൽ ജയാപജയങ്ങളുണ്ട് എന്നുള്ളത് സത്യമാണ്. പല പ്രാവശ്യം അബ്രഹാമിന് വീഴ്ച സംഭവിക്കുന്നുണ്ട്. ആ സംഭവിക്കുന്ന സമയത്തൊക്കെ എന്താണ് നമ്മൾ കാണുന്നത്? ദൈവം ഇറങ്ങി വന്ന് അബ്രഹാമിനോട് സംസാരിക്കുന്നു. വീണ്ടും കവനൻറ്റ് പുതുക്കുന്നുണ്ട്. എന്താണ് ഈ കവനൻറ്റ്? അപ്പോൾ ഓരോ സമയം കവനൻറ്റിൻ്റെ അകത്ത് ഇല്ലെങ്കിൽ നിയമപരമായി ബൈൻഡിങ് എന്ന് നമുക്ക് പറയാം, ലീഗൽ ബൈൻഡിങ് എന്ന് പറയാം. അപ്പോൾ പലപ്പോഴും തൻ്റെ നിയമത്തിന് തെറ്റിച്ച് ആ കവനൻറ്റിൽ പോരായ്മ വരുമ്പോൾ ദൈവം ഇറങ്ങി വീണ്ടും സംസാരിക്കുകയും വീണ്ടും അവനോട് വാഗ്ദത്തങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇസഹാക്ക്, യാക്കോബിൻ്റെ മക്കൾ, ഇങ്ങനെ പോകുന്ന പുസ്തകങ്ങൾ
അങ്ങനെ 4 ഗോത്രപിതാക്കന്മാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവരുടെ ചരിത്രമാണ് ഈ 12 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളിൽ. അതിൽ അവസാന നിൽക്കുന്നത് ജോസഫാണ്. ജോസഫിൻ്റെ ജീവിതം നോക്കിയാൽ അദ്ദേഹത്തിന് വളരെ ആത്മീയമായ അനേക കാര്യങ്ങളുണ്ട്. 2 പ്രധാനപ്പെട്ട ദർശനങ്ങൾ, ഒന്ന് സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ അദ്ദേഹത്തെ നമിക്കുന്നതായി കാണിക്കുന്നു. കൊയ്ത്ത്, ആ കൊയ്യുമ്പോൾ തൻ്റെ കറ്റുകൾ എഴുന്നേറ്റ് നിൽക്കുകയും മറ്റുള്ള കറ്റുകൾ നമസ്കരിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ വർഷങ്ങൾക്ക് ശേഷം ദൈവം ആ ദർശനങ്ങളെ സാധ്യമാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ദർശനങ്ങൾ അനേക കാര്യങ്ങളുണ്ട്. ദൈവം അവരെ ഈ 400 വർഷക്കാലം അവരെ നടത്തിയ വിധങ്ങളെക്കുറിച്ചാണ് ഈ 38 അധ്യായങ്ങളിൽ കാണുന്നത്. അതിനുശേഷം നമുക്കറിയാം പുസ്തകം അവസാനിക്കുകയാണ്. ആ പിതാക്കന്മാർ മരിക്കുന്നു. 400 വർഷത്തെ ഏകദേശം ഒരു ചരിത്രം വേണമെങ്കിൽ നമുക്ക് 430 വർഷത്തെ വേണമെങ്കിൽ എടുക്കാം. അതിനല്പം അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും. എങ്കിലും ഇതിൻ്റെ അകത്ത് ഒരുപാട് സത്യങ്ങളുണ്ട്. തുടർന്നുള്ള പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ഞാൻ കാര്യമായി ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ പറയാം. എങ്കിലും ഇവിടെ അവസാനിപ്പിക്കട്ടെ. അബ്രഹാം, അതിനുശേഷം ഇസഹാക്കിനേക്കാളും വലിയൊരു മനുഷ്യനായി വരുന്നു യാക്കോബ്. യാക്കോബിൻ്റെ ജീവിതത്തിലും ദൈവവുമായിട്ട് റസൽ പിടിച്ചു. അതൊരു പ്രത്യേക രീതിയിലുള്ള അനുഭവം മറ്റ് വേദപുസ്തകത്തിൽ മറ്റുള്ള ക്യാരക്ടേഴ്സിന് അനുഭവിക്കാത്ത ഒരു വ്യത്യസ്തമായ ഒരു കാര്യം അവിടെയും കാണുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ മക്കൾ, ആ മക്കൾ ഓരോ മക്കൾക്കും ഓരോ ഗോത്രമായി മാറ്റപ്പെടുന്നു. ആ ഓരോ ഗോത്രത്തിനും വളരെ പ്രാധാന്യതയുണ്ട്. അതിൻ്റെ അകത്ത് നമുക്കറിയാം യഹൂദ എന്ന് പറയുന്നൊരു ഗോത്രമുണ്ട്. യഹൂദയെ സംബന്ധിച്ചിടത്തോളം യഹൂദയ്ക്കും വീഴ്ചകൾ വരുന്നുണ്ട്. യഹൂദ സഹോദരന്മാരെ വിട്ടുപോകുന്നുണ്ട്. പിന്നെയും അവൻ തിരിച്ചു മടങ്ങി വരുന്നുണ്ട്. അങ്ങനെ വരുന്ന യഹൂദയ്ക്ക് യഹൂദ ഗോത്രത്തിൽ നിന്നും മിശിഹ കർത്താവ് വരുമെന്നുള്ള വാഗ്ദത്തവും യാക്കോബ് തൻ്റെ വാർദ്ധക്യകാലത്തിൽ അവരെ പ്രാർത്ഥിച്ചനുഗ്രഹിക്കുമ്പോൾ ആ പറയുന്ന ഭാഗങ്ങളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്തൊരു മരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. മരിക്കാൻ സമയത്ത് അദ്ദേഹം ഈ മക്കളെക്കുറിച്ചൊക്കെ പ്രവചിച്ച് മരിച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ വൈവിധ്യമാർന്ന പല കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. അതെല്ലാം മറ്റുള്ള പുസ്തകത്തിലെ പല സത്യങ്ങളിലേക്ക് നമ്മെ വഴി നടത്തുന്നുണ്ട്. ദൈവം അനുഗ്രഹിച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് എക്സോഡസ് എന്ന പുസ്തകത്തിൻ്റെ രൂപരേഖ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.